ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്താണ്? എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ചിന്തയിൽ കൂടിയാണ് നൈറ്റ് കടന്നു പോയിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. 9 ഓഫ് കപ്പിൻ്റെ എനർജിയും 5 ഓഫ് കപ്പിൻ്റെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളെ എന്നാണോ ഉപേക്ഷിച്ച് പോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ചില ബ്രേക്കപ്പുകൾ വന്നത്, നിങ്ങളുടെ സ്നേഹത്തെ നഷ്ടപ്പെടുത്തിയ ദിവസത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്. സ്റ്റക്ക് സിറ്റുവേഷൻ, അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും അവർക്കൊക്കെ രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നു. 9 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് സ്നേഹങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ നിന്നും അകന്നു പോയ നിമിഷത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്ന ദിവസത്തെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ചിന്തയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ നൈറ്റ് കടന്നു പോയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 7 4 2 6 14 5 9 5. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഒരു ബ്ലോക്കേജ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒരുപാട് ബൗണ്ടറി സെറ്റ് ചെയ്ത് ദൂരോട്ട് മാറ്റി നിർത്തിയിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് സ്നേഹം കാണിച്ച് അവരുടെ അടുത്തോട്ട് പോകുമ്പോഴും അവർ വീണ്ടും നിങ്ങളുടെ അടുത്ത് ദേഷ്യം കാണിച്ച് ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് ഓർത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വേദനിക്കുന്നുണ്ട്. എത്രയൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീത്ത വിളിച്ചിട്ടായിരുന്നാലും അല്ലെങ്കിൽ വഴക്കിട്ടായിരുന്നാലും നിങ്ങളതെല്ലാം മറന്നുകൊണ്ട് പോട്ടെ, സാരമില്ല, അതിനോടുള്ള സ്നേഹമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം മറന്ന് വീണ്ടും അവരുടെ മുന്നിലേക്ക് നിങ്ങൾ ചെല്ലുമായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തെല്ലാം അവർക്ക് ഒരുപാട് അഹങ്കാരം ഉണ്ടായിരുന്നു. ആ അഹങ്കാരം കൊണ്ട് നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളുടെ ദേഷ്യത്തിൽ ഒരു കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അവർക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നു. നിങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ വെട്ടം അറിയില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളെ നഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ സ്നേഹം എന്തായിരുന്നു എന്നും നിങ്ങൾ ആ പിറകെ ചേസ് ചെയ്യുമ്പോൾ അവർക്കുണ്ടായിരുന്ന ആ ഒരു സെക്യൂരിറ്റി എങ്ങനെയായിരുന്നു എന്നും അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ 5 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരു ദേഷ്യമോ വഴക്കോ ഒന്നുമില്ല. അവർക്ക് നിങ്ങളോട് ഒരുപാട് മിസ്സിങ് ഫീലിംഗ് മാത്രമാണ് അവർക്കുണ്ടാകുന്നത്. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് അവർ നൈറ്റ് കടന്നു പോയിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 4 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 4 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഒരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. മിസ്സ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെട്ട സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുത്ത ഗിഫ്റ്റുകളും സ്നേഹവും കൊടുത്ത വാക്കുകളും എല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഓർത്ത് വളരെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അതെല്ലാം വിട്ട് കളഞ്ഞല്ലോ, അതിനെല്ലാം വിട്ട് നിങ്ങളെ പോകാൻ അനുവദിച്ചല്ലോ. അപ്പോൾ വളരെ വേദനയോടുകൂടിയാണ്. ഇവിടെയും 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളിൽ നിന്നും അകന്ന് മറ്റെന്തോത്തിലെങ്കിലും അവർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അവരൊരുപാട് വേദനിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ആ നിമിഷം വേദനിച്ച അവസ്ഥയൊക്കെ അവർ ഓർക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത്? ഇപ്പോൾ ഒരു സൈലൻറ്റ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്. എങ്കിൽ പോലും നിങ്ങളോട് ഒരുപാട് സ്നേഹം അവർക്കുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ അവർ ഒരുപാട് മുറിവേൽപ്പിച്ചു എന്ന് അവർക്കറിയാം. ഓക്കെ, അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്ത തെറ്റുകൾക്ക്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് ഇത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചതിലെല്ലാം അവർക്ക് കുറ്റബോധം തോന്നുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അവർ ഒരുപാട് വാല്യൂ നൽകുന്നുണ്ട്. ഇത്രയും നാൾ അവർ നിങ്ങൾക്ക് വാല്യൂ ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹവും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം അവർക്ക് വരുന്നുണ്ട്. അവർ സൈലൻറ്റ് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഇവിടെ ടെമ്പറൻസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ടെമ്പറൻസിൻ്റെ കാർഡ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചു ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. മാനസികമായി ഒരുപാട് സ്ട്രഗിൾ നിങ്ങൾക്ക് നൽകിയിരുന്നു. വളരെ വേദനിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ബാലൻസിങ്ങിൽ വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങളുമായിട്ട് ഒരു കണക്ഷനിലേക്ക് വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ടെമ്പറൻസിൻ്റെ കാർഡ് വീണ്ടും ഒരു ബാലൻസിങ്ങിലെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 9 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്ത് പുറത്താക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതെല്ലാം മാറ്റി നിങ്ങളുമായിട്ടൊരു വഴി
ഓപ്പൺ ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സണ്ണ് അന്ധകാരത്തിന് ശേഷം ഒരു റീയൂണിയൻ ഉണ്ടാകണമെന്ന് അവർ ചിന്തിക്കുന്നു. ഒരു സൂര്യോദയം ഉണ്ടാകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് മിസ്സിങ് ഫീലിങ്സ് ആണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത്. 9 ഓഫ് കപ്പിൻ്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഒരു കപ്പിൻ്റെ കുറവ് അത് നിങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇല്ലാത്തത് കൊണ്ട് അവരൊരു കംഫർട്ട് സോണിലാണ്, ഒരു നെഗറ്റീവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു കംഫർട്ട് സോണിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഒരിക്കലും അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. പുറമേ അവർക്ക് 9 ഓഫ് കപ്പാണ്, വളരെ സന്തോഷമാണെന്നൊക്കെ പുറമേ ഉള്ള വ്യക്തികൾ പറയുമെങ്കിലും അവരുടെ ഉള്ളുകൊണ്ട് അവർ വളരെ പെയിൻ സിറ്റുവേഷനാണ്. കാരണം നിങ്ങളോട് കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും കർമ്മ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. അവർ കരയുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഈ നഷ്ടപ്പെട്ടതിനെ എല്ലാം ശരിയാക്കി അതിന് വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പിനെ, വിശ്വാസത്തെ തിരികെ കൊണ്ടുവരണമെന്ന് അവർ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നൈറ്റിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇതായിരുന്നു ചിന്തിച്ചിരുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.